ഹരിതേ, ഹരിതേ, നീ എന്താ ഞാൻ വിളിച്ച കേട്ടില്ലേ? എനിക്ക് കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. മനോജ് കാര്യം പറയും. നമ്മൾ പോകാൻ പോകുന്നു. നിനക്കെന്താ വട്ടായോ? അല്ലേലും ഈ വീട്ടിൽ താമസിച്ച ആർക്കായാലും പിരികളാവും. നീ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവനിപ്പോ പോവാൻ പോകുന്നു പോലും. ഹരിതേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ എടുക്കാനുള്ളൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. മനോജ്, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ രാത്രിയിൽ എങ്ങോട്ട് പോവാനാ? നീ നിന്റെ കാര്യം നോക്കി പോയേ. അനീഷേ, നീ ലൈബ്രറിയിലുണ്ടോ? നീ അവിടെ നിന്ന് ഒരു ടാക്സി പറഞ്ഞു വിട്. വീട്ടിലേക്ക് വന്നാ മതി. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. മനോജ്, നീ എന്ത് ഭ്രാന്താ കാണിക്കുന്നേ? ഭ്രാന്തല്ല, പിന്നീട് ആലോചിച്ചപ്പോ ഹരിത പറഞ്ഞ ശരിയും തോന്നി. ഈ വീട്ടിൽ നിന്ന് മാറിയേ പറ്റൂ, അതും എത്രയും പെട്ടെന്ന്. എങ്ങോട്ട്? മനോജെ, ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ജോലിയും കൂലിയും ഇല്ലാത്ത നീ ഒരു വരുമാനവും ഇല്ലാതെ വാടക വീട്ടിലേക്ക് മാറുന്നത് ബുദ്ധിയല്ല, ശുദ്ധ അസംബന്ധമാ. അച്ഛൻ വാടക കൊടുക്കുമെന്ന് കരുതിയിട്ടാണെങ്കിലേ ഇനി അതുണ്ടാവില്ല. നമ്മൾ പോകുന്നത് വാടക വീട്ടിലേക്കല്ല. പിന്നെ വാടക വീട്ടിലല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാ? നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? അതെ. വാശിയേക്കാൾ വലുത് എനിക്കെന്റെ കുഞ്ഞിന്റെ ജീവനാ. എടുക്കാനുള്ളൊക്കെ എടുത്ത് വേഗം പാക്ക് ചെയ്തു. മനോജ്, പെട്ടെന്ന് വന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞ പറ്റുന്നൊക്കെ എടുക്ക്, ബാക്കി നമുക്ക് പിന്നെ വന്ന് എടുക്കാം.